നല്ല പടം. ഇമോഷണൽ കോമഡി എല്ലാം ഉണ്ട്. നല്ല രീതിക്ക് തന്നെ ഇത്. നല്ല എന്റർടൈനർ ആണ്. ഒരു യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഫിലിം. നമ്മുടെ ടോവിനോ ലാലേട്ടൻ സ്റ്റൈൽ മാസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബേസ്ഡ് ഓഫ് നൈജീരിയുണ്ട്. ആക്ഷൻ കോമഡി സെന്റിമെന്റ് ഫിലിമാണ്. എല്ലാം കൊണ്ട് വിനീത് ശ്രീനിവാസനായാലും ഹാസറുണ്ട്, പിന്നെ ദർശനയുണ്ട്, എല്ലാം ഫ്രോംചേരുണ്ട്. ക്യാമ്പസ് സ്റ്റുഡൻസ് യൂത്തിന് ഇഷ്ടപ്പെടും, കോളേജ് സ്റ്റുഡൻസിന് ഇഷ്ടപ്പെടും. ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഫിലിം നല്ല എന്റർടൈനർ ആണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കണ്ടിരിക്കുക. ഫീൽ ഗുഡ് പല ജോണറും ഉണ്ട്. ആക്ഷൻ സെന്റിമെന്റ്സ് കോമഡി എല്ലാം ഉണ്ട്. നല്ല എന്റർടൈനർ ആണ്. യൂത്തിന് ഇഷ്ടപ്പെടും, യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. അടിപൊളി, രണ്ടുപേരും അടിപൊളി. നല്ല മൂവി ഇഷ്ടമായി. നല്ല മൂവി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അടിപൊളി. ഇന്റർവെൽ പോലെ അങ്ങോട്ട് പോണേ ഭയങ്കര വണ്ടി അടിപൊളിയാട്ടോ. ഭയങ്കര കംപ്ലീറ്റ് ഫുൾ ടൈം എന്റർടൈനർ ആണ്. മസ്റ്റ് വാച്ച് ആണ്. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണാം. കിട്ടിയില്ല പടം. ഒരു പ്രതീക്ഷിച്ച ആ ഒരു വൈബ് കിട്ടി. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു വൈബ് കിട്ടി. നല്ലൊരു കിട്ടില്ല. ഒരു തിയേറ്ററിൽ മൊത്തത്തിൽ സെറ്റോടെ കാണാൻ പറ്റുന്ന പടം. ഈ സമയത്ത് എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന പടം. ടോവിനോ ആണെങ്കിൽ ബേസിലാണെങ്കിലും തൂക്കി കലക്കി എന്ന് പറയാം. മൊത്തത്തിൽ സെറ്റ് പടം. കൊള്ളാം, അടിപൊളി പടം. ഹാപ്പിയാണ്. എല്ലാവരും തൂക്കി എന്ന് പറയാം. എല്ലാം ഉണ്ട്. ലൈക്ക് സ്പോയിലർ ആക്കാൻ പറ്റില്ലല്ലോ. ഗംഭീര സിനിമ. കാരണം ഒരു രക്ഷയില്ല. ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു നല്ലൊരു എന്താ പറയുക, ഒരു കോളേജ് മൂവിയാണ്. റോൾ മോഡൽസ് ആണെങ്കിലും അതിനുശേഷം നല്ലൊരു കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. കാരണം ഇത് ഗേൾസിനും ബോയ്സിനുള്ളൊരു മെസ്സേജ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെയും സംഗീതത്തിൻ്റെ ഒരു സാന്നിധ്യത്തിന് വിനീത് ശ്രീനിവാസനും നമ്മുടെ ടൊവിനോയും ബേസിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ഈ പടം 100 കോടി ക്ലബ്ബിൽ കയറും. അടിപൊളി പടമായിരുന്നു. ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്, സൂപ്പറാണ്. എല്ലാവരും വന്ന് കാണുക. അടിപൊളി പടമാണ്. അയാളെ കണ്ട എല്ലാവരും ഹാപ്പി ആയിരുന്നു. അടിപൊളി പടം, ഒരു രക്ഷയില്ല. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പറോട് വരുന്നേ. പേജിലെ നട്ടാ പേജ് ആ രണ്ടുപേരും. ഞാൻ ഒരു എഞ്ചിനീയർ സ്റ്റുഡന്റ്. എനിക്ക് നല്ല രീതിയിൽ കണക്ട് ആയി. അടിപൊളി സിനിമ. നല്ല അടിപൊളിയായി. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അവര് അടിപൊളിയായിട്ട് ടൊവിനോ വേറൊരു വില്ലനിസം രീതിയിൽ ബേസിൽ. പക്ഷെ രണ്ടുപേരും വീക്ക് ആയിരുന്നു. ടൊവിനോയുടെ ലാസ്റ്റത്തെ ആക്ടിങ് സെറ്റാ. നല്ല പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുതിയ ജനറേഷന് പറ്റുന്ന രീതിയിലുള്ള ഒരു സെഗ്മെന്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നല്ല മൂവി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. കോളേജ് വൈബൊക്കെ ആയിട്ട്. ടൊവിനോ എന്ന് പറയാം. ടൊവിനോ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ അടിപൊളിയായിരുന്നു. നൈസ്. കോളേജ് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ആ അത് അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീൻസ് അടിപൊളി. ആ ഒരു വില്ലനായിട്ട് ടൊവിനോ ഭയങ്കര നൈസ്. നല്ലതായിരുന്നു. നല്ല അടിപൊളി പടമായിരുന്നു. രണ്ടുപേരും ബേസിൽ കുറച്ചും കൂടി എനിക്ക് രണ്ടുപേരും ഇഷ്ടമായി. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ബേസിൽ ജോസഫ് തകർത്തു. മൊത്തത്തിലൊരു കഥയുണ്ട്. ബേസിൽ ജോസഫിൻ്റെ ബ്രദറായിട്ട് വന്നിട്ടുള്ള പുള്ളിക്കൊരു നല്ല ബ്രേക്ക് ത്രൂ ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ കൊള്ളാം. നല്ലൊരു കഥയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് റീസെൻ്റ്ലി ഒരു വർഷം മുമ്പ് കുസാറ്റിൽ ഒരു പരിപാടി നടന്നിട്ട് ഒരു സംഭവം ഉണ്ടായില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ത്രെഡ് തുടങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും ആ ഒരു വേദി, ആ ഒരു ഓപ്പൺ സ്റ്റേജ് അടഞ്ഞു കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അധികാരികളുടെ ശ്രദ്ധയിൽ അത് വരികയും ഈ പടത്തിൻ്റെ ഒരു മോറലായിട്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് തോന്നുന്നു. അടിപൊളി പടം, എല്ലാവരും കാണണം. കോളേജുള്ളവർക്ക് അടിച്ചു കയറി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്.